നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. കേന്ദ്ര സർക്കാരിൻ്റേത് ജനദ്രോഹ ബജറ്റാണെന്നാരോപിച്ച് വിവിധ ഇടതുപക്ഷ സംഘടനകളുടെ നേതൃത്വത്തിൽ കൊടകരയിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. വരും വർഷത്തിൽ 22 കോടി രൂപയുടെ വിവിധ പദ്ധതികൾ വിഭാവനം ചെയ്യുന്ന പദ്ധതി രേഖ മറ്റത്തൂർ പഞ്ചായത്ത് വികസന സെമിനാറിൽ അവതരിപ്പിച്ചു. പേരാമ്പ്ര സെന്റ് ലിയോബ ഭവൻ അക്കാദമിയിൽ ഫെയർവെൽ സെറിമണി സംഘടിപ്പിച്ചു. ചാലക്കുടി വ്യാസ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ വിദ്യാർത്ഥികൾ റോഡ് സേഫ്റ്റി റാലി നടത്തി. ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിലെ തിരുനാളിന് കൊടിയേറി. വാർത്തകൾ വിശദമായി. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ ബജറ്റാണെന്നാരോപിച്ച് വിവിധ ഇടതുപക്ഷ സംഘടനകളുടെ നേതൃത്വത്തിൽ കൊടകരയിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. കേരള കർഷക സംഘം, കർഷക തൊഴിലാളി യൂണിയൻ CITU, കൊടകര ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കൊടകരയിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും പ്രതിഷേധ ജ്വാലയും സംഘടിപ്പിച്ചു. CITU ജില്ലാ സെക്രട്ടറി PK ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം കൊടകര ഏരിയ പ്രസിഡന്റ് CM ബബീഷ് അധ്യക്ഷനായി. KSKTU സംസ്ഥാന കമ്മിറ്റി അംഗം KJ ഡിക്സൺ, PR പ്രസാദൻ, EK അനൂപ്, PC ഉമേഷ്, MK മോഹനൻ എന്നിവർ സംസാരിച്ചു. കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ള നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത്, ഇതിനെതിരായിട്ടുള്ള വലിയ പ്രതിഷേധങ്ങൾ എമ്പാട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകമായി കേരളത്തോട് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നടത്തിയതുപോലെയുള്ള വലിയ വിവേചനമാണ് കേരളത്തോട് കാണിച്ചിരിക്കുന്നത്. കേരളം ആവശ്യപ്പെട്ടത് വരും വർഷത്തിൽ 22 കോടി രൂപയുടെ വിവിധ പദ്ധതികൾ വിഭാവനം ചെയ്യുന്ന പദ്ധതി രേഖ മറ്റത്തൂർ പഞ്ചായത്ത് വികസന സെമിനാറിൽ അവതരിപ്പിച്ചു. ദ്രവമാലിന്യ സംസ്കരണത്തിനും പുതിയ കൺവെൻഷൻ സെന്റർ നിർമ്മാണത്തിനും ചൈൽഡ് റിസോഴ്സ് സെന്ററിനും വികസന സെമിനാറിൽ അവതരിപ്പിച്ച പദ്ധതി രേഖയിൽ പ്രത്യേക പരിഗണന നൽകിയിട്ടുണ്ട്. KK രാമചന്ദ്രൻ MLA സെമിനാർ ഉദ്ഘാടനവും വികസന രേഖ പ്രകാശനവും നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ സരിത രാജേഷ്, ജനീഷ് P ജോസ്, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ സനല ഉണ്ണികൃഷ്ണൻ, VS നിജിൽ, ഷൈബി സജി, സജിത രാജീവൻ, അംഗങ്ങളായ EK സദാശിവൻ, പഞ്ചായത്ത് സെക്രട്ടറി M ശാലിനി എന്നിവർ സംസാരിച്ചു. എനിക്ക് മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭരണസമിതി അംഗങ്ങളോടും സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരോടും പ്രത്യേകമായി പറയാനുള്ളത്, കുറേയേറെ തുടങ്ങിവെച്ച പദ്ധതികളുണ്ട്. അത് മാക്സിമം കഴിയാവുന്ന പേരാമ്പ്ര സെന്റ് ലിയോബ ഭവൻ അക്കാദമിയിൽ ഫെയർവെൽ സെറിമണി സംഘടിപ്പിച്ചു. പേരാമ്പ്ര സെന്റ് ലിയോബ അക്കാദമിയിൽ 2024-25 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ഫെയർവെൽ സെറിമണി എഡ്യൂസീനിയേഴ്സ് സംഘടിപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തിയ ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ റവറൻഡ് സിസ്റ്റർ ജെയിൻ മാത്യു, വൈസ് പ്രിൻസിപ്പൽ റവറൻഡ് സിസ്റ്റർ ആൻ മേരി, റവറൻഡ് സിസ്റ്റർ മേരി തോമസ്, റവറൻഡ് സിസ്റ്റർ റെജീന, സിസ്റ്റർ ബിൻസി, സിസ്റ്റർ സിമി എന്നിവർ സംസാരിച്ചു. അറിവിന്റെ കൈത്തിരി നാളം പകർന്നു നൽകിക്കൊണ്ട് നടത്തിയ ദീപാർപ്പണവും അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുന്ന ഗുരുവന്ദന ചടങ്ങും യാത്രയപ്പ് സമ്മേളനത്തെ ഏറെ മികവുറ്റതാക്കി. സീനിയേഴ്സിൽ നിന്നും ജൂനിയേഴ്സിലേക്ക് ഉത്തരവാദിത്വത്തിന്റെയും പൈതൃകത്തിന്റെയും കൈമാറ്റത്തിന്റെയും പ്രതീകമായ ചടങ്ങ് ഏറെ ശ്രദ്ധേയമായി.
തുടർന്ന് 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ തങ്ങളുടെ സ്കൂൾ കാലഘട്ടത്തിലെ രസകരമായ അനുഭവങ്ങളും ഓർമ്മകളും പങ്കുവയ്ക്കുകയും തങ്ങളുടെ പ്രിയപ്പെട്ട വിദ്യാലയത്തിന് സ്നേഹോപഹാരം സമ്മാനിക്കുകയും ചെയ്തു. That is to bid farewell to our 10th class students, the first batch. I'm filled with mix of emotions, sadness to see you go, yet pride and joy at the incredible individuals you have become. Your time at St. Lioba Academy has been a journey of growth, discovery and for me to give a felicitation. So today we are gathered to give a farewell to our beloved 10th class students. You know, farewell means, fair comes from an English word, farewell, which means to journey. You are going to journey, continuing your journey as a student, but you are leaving us and moving forward. So I was also privileged to teach you in the 5th and 6th class. കുറ്റുകാരൻ ഗ്രൂപ്പ് MCMS ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ ഭാഗമായ MCMS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റോഡ് സേഫ്റ്റി ആൻഡ് ട്രാൻസ്പോർട്ടേഷനുമായി സഹകരിച്ച് 100ഓളം വിദ്യാലയങ്ങളെ കേന്ദ്രീകരിച്ച് നടത്തുന്ന സുരക്ഷിത് മാർഗ് എന്ന ബൃഹത്തായ റോഡ് സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി ചാലക്കുടി വ്യാസ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ വിദ്യാർത്ഥികൾ റോഡ് സേഫ്റ്റി റാലി നടത്തി. ചാലക്കുടി പോലീസ് സബ് ഇൻസ്പെക്ടർ ഷാനവാസ് യാക്കൂബ് ഫ്ലാഗ് ഓഫ് ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പാൾ PG ദിലീപ് റോഡ് സുരക്ഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു. മാനേജർ U പ്രഭാകരൻ, വൈസ് പ്രിൻസിപ്പാൾമാരായ TR പുരുഷോത്തമൻ, PP ബിന്ദു, ക്ഷേമ സമിതി പ്രസിഡന്റ് AK ഗംഗാധരൻ, സ്കൂൾ കോർഡിനേറ്റർ സൂര്യപ്രഭ എന്നിവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് 30 ലക്ഷം രൂപ ചെലവിൽ നവീകരിക്കുന്ന അമ്പനോളി നായാട്ടുകുണ്ട് റോഡിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അമ്പനോളി മുതൽ നായാട്ടുകുണ്ട് സെന്റർ വരെയാണ് പുനർനിർമ്മാണം നടത്തുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ VS നിജിൽ, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TK അസൈൻ, പഞ്ചായത്ത് അംഗങ്ങളായ KR ഔസേപ്പ്, PS ചിത്ര തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിലെ തിരുനാളിന് കൊടിയേറി. ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിലെ സെബസ്റ്റ്യാനോസിന്റെ അമ്പു തിരുനാളിന് കൊടിയേറി. ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 4:45 കുർബാനയ്ക്ക് ശേഷം സീറോ മലബാർ കൂരിയ ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. 100 കണക്കിന് വിശ്വാസികൾ ചടങ്ങിൽ പങ്കെടുത്തു. വികാരി ഫാദർ വർഗീസ് പാത്താടൻ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. എല്ലാ ദിവസവും വൈകിട്ട് കുർബാന, ലതീഞ്ഞ്, സന്ദേശം എന്നിവ ഉണ്ടായിരിക്കും. വരുന്ന ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിലാണ് തിരുനാൾ. വെള്ളിയാഴ്ച പുണ്യവാളന്റെ തിരുസ്വരൂപം പുറത്തേക്ക് എഴുന്നള്ളിച്ചു വയ്ക്കും. അന്നു തന്നെ നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഇരിങ്ങാലക്കുട രൂപത വികാരി ജനറൽ ഫാദർ ജോളി വടക്കൻ മുഖ്യ കാർമ്മികനാകും. ശനിയാഴ്ച അമ്പുകൾ വീടുകളിലേക്ക് കൊണ്ടുപോകും. രാത്രി 10 മണിയോടെ പ്രദക്ഷിണം തിരിച്ച് പള്ളിയിലെത്തും. ഫാദർ ലിജോ മണിമലക്കുന്നേൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. തിരുനാൾ ദിവസമായ ഞായറാഴ്ച രാവിലെ 10 മണിക്ക് നടക്കുന്ന തിരുനാൾ പാട്ടു കുർബാനയ്ക്ക് ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് കുർബാനയ്ക്കു ശേഷം 4 അങ്ങാടി ചുറ്റിയുള്ള പ്രദക്ഷിണം ഉണ്ടായിരിക്കും. ചടങ്ങുകൾക്ക് സഹവികാരിമാരായ ഫാദർ ക്രിസ്റ്റി ചിറ്റേക്കര, ഫാദർ അഖിൽ തണ്ടേക്കൽ എന്നിവർ നേതൃത്വം നൽകും. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിൽ പ്രതിഭാ സംഗമം സംഘടിപ്പിക്കുന്നു. ഫെബ്രുവരി 8 സഹൃദയ കോളേജിൽ വെച്ച് നടക്കുന്ന പ്രതിഭാ സംഗമത്തിൽ ഈ അക്കാദമിക വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ A ഗ്രേഡ് നേടിയ വിദ്യാർത്ഥികളെയും CBSE സ്കൂളുകളുടെ സഹോദയ കലോത്സവത്തിൽ സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനം നേടിയവരെയും ICSE സംസ്ഥാന കലോത്സവത്തിൽ 1ാം സ്ഥാനം നേടിയവരെയും അനുമോദിക്കുന്നു. ഫ്ലവേഴ്സ് ടോപ്പ് 10 ഫൈനലിസ്റ്റും പിന്നണി ഗായകനുമായ മാസ്റ്റർ ശ്രീഹരി പ്രതിഭാസംഗമം ഉദ്ഘാടനം ചെയ്യും. പ്രശസ്ത മോട്ടിവേഷണൽ സ്പീക്കർ മനോജ് കമ്മത്ത് പരിപാടിയിൽ പങ്കെടുക്കും. തുടർന്ന് സഹൃദയയിലെ വിദ്യാർത്ഥികളുടെ കലാവിരുന്നും അരങ്ങേറും. അർഹരായ വിദ്യാർത്ഥികൾ ഫെബ്രുവരി 6 5 മണിക്ക് മുമ്പായി ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. ആദ്യ നമ്പർ 9400 737034, അടുത്ത നമ്പർ
9746526562. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7905 രൂപ, പവന് 63,240 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേന്ദ്ര സർക്കാരിൻ്റേത് ജനദ്രോഹ ബജറ്റാണെന്ന് ആരോപിച്ച് വിവിധ ഇടതുപക്ഷ സംഘടനകളുടെ നേതൃത്വത്തിൽ കൊടകരയിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. വരും വർഷത്തിൽ 22 കോടി രൂപയുടെ വിവിധ പദ്ധതികൾ വിഭാവനം ചെയ്യുന്ന പദ്ധതി രേഖ മറ്റത്തൂർ പഞ്ചായത്ത് വികസന സെമിനാറിൽ അവതരിപ്പിച്ചു. പേരാമ്പ്ര സെന്റ് ലിയോബ ഭവൻ അക്കാദമിയിൽ ഫെയർവെൽ സെറിമണി സംഘടിപ്പിച്ചു. ചാലക്കുടി വ്യാസ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ വിദ്യാർത്ഥികൾ റോഡ് സേഫ്റ്റി റാലി നടത്തി. ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിലെ തിരുനാളിന് കൊടിയേറി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.